നമസ്കാരം, മമ്മിയുടെ അടുക്കളയിലേക്ക് സ്വാഗതം. ഞാൻ ഗീത. നമുക്കിന്ന് പിസ്സ ഉണ്ടാക്കാം. രണ്ട് തരത്തിൽ നമ്മളിന്ന് പിസ്സ ഉണ്ടാക്കുന്നുണ്ട്. ചീസ് ഇല്ലാതെയാണ് നമ്മളിന്ന് പിസ്സ ഉണ്ടാക്കുന്നത്. ചീസിന് പകരം നമ്മൾ 2 ടൈപ്പ് സോസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 ടൈപ്പ് സോസിൻ്റേതും ടൊമാറ്റോ സോസിൻ്റെയും വീഡിയോ ഉണ്ട്. ഇതെല്ലാം ഒന്ന് കണ്ടു നോക്കിയാലോ. ഇത് 150 ഗ്രാം മൈദയുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കാം. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. 4 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്കിത് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. തൈര് ചേർത്ത് കുഴച്ചതുകൊണ്ട് അധികം വെള്ളം ആവശ്യം വരില്ല. അപ്പം വെള്ളം നമ്മൾ ടേബിൾ സ്പൂണിന് അളന്ന് വേണം ഒഴിക്കാൻ. ഒരു 5 or 6 ടേബിൾ സ്പൂൺ വെള്ളം മതിയാവും. നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇന്ന് എൻ്റെ കുഞ്ഞൂസ് എന്നെ സഹായിക്കാൻ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ജോലി ഇന്ന് നല്ല എളുപ്പമാണ്. ഇതിലല്പം ഓയിലും കൂടെ തേച്ചിട്ട് നമുക്കിത് അടച്ചു വെക്കാം. 1/4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞു. നമുക്കിനി ഇതൊന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. പിസ്സ ബേസിന് കട്ടി വേണം. അതുകൊണ്ട് നമ്മൾ ആദ്യം കുഴച്ച മാവ് അത്രയും തന്നെ ഇതിനു വേണ്ടി എടുക്കുകയാണ്. വീണ്ടും ഞാൻ അതേപോലെ തന്നെ അതേ അളവിൽ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് നമ്മളെ രണ്ടാമത്തെ പിസ്സ തയ്യാറാക്കാൻ. ഈ ഒരു കനത്തിലാണ് പരത്തിയെടുത്തത്. നമ്മളിന്ന് സ്റ്റീൽ പാത്രത്തിലാണ് പിസ്സ തയ്യാറാക്കുന്നത്. അപ്പോൾ പാത്രം നന്നായിട്ടൊന്ന് ഓയിൽ പരത്തിയിട്ട് നമ്മുടെ പിസ്സ ബേസ് അതിൽ വെച്ചിട്ട് ഇതിൻ്റെ ചുറ്റും ഒന്ന് പ്രസ് ചെയ്യണേ. അതിനുശേഷം ഒരു ഫോർക്ക് കൊണ്ട് കുറേ ഹോൾസ് ഇടണം, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇതിനു വേണ്ടി എടുത്തിരിക്കുന്ന പച്ചക്കറികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് കനം കുറച്ചരിഞ്ഞ ഉരുളക്കിഴങ്ങാണ്. ഈ ഉരുളക്കിഴങ്ങ് തിളച്ച വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് വേവിച്ചതാണ്. പിന്നെ കനം കുറച്ചരിഞ്ഞ ക്യാപ്സിക്കം ഉണ്ട്. അതുപോലെ തന്നെ അരിഞ്ഞ തക്കാളിയുണ്ട്. തക്കാളിയുടെയൊക്കെ കുരു കളഞ്ഞതാണ്. പിന്നെ ഇത് 2 സവോളയാണ്. ഈ സവോള 1 ടേബിൾ സ്പൂൺ എണ്ണയിൽ ഹൈ ഫ്ലെയിമിലൊന്ന് വാട്ടിയെടുത്തതാണ്. സവോള കാരമലൈസ്ഡ് ചെയ്തതെന്ന് പറയുന്നതിന്. പിന്നെ സോസ് വേണം. ചീസിന് പകരം ഉണ്ടാക്കിയതാണിത്. ഇതിൻ്റെ 2ൻ്റെയും വീഡിയോ ഈ കൂട്ടത്തിൽ തന്നെ ഇടുന്നുണ്ട്. പിന്നെ ഇച്ചിരി ചിക്കൻ ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചെടുത്തതാണ്. ഇത് ഒറിഗാനോയ്ക്ക് പകരമുള്ളതാണ്. പിന്നെ ചില്ലി ചിപ്സ് വേണം. അത് കാശ്മീരി മുളകും ഉണക്കമുളകും കൂടെ മിക്സിയിൽ തരിതരിപ്പായി പൊടിച്ചെടുത്തതാണ്. ആദ്യം നമുക്ക് ഈ ബേസിൻ്റെ മുകളിലേക്ക് സോസ് തേക്കാം. ഇനി ചീസിന് പകരമുള്ള കാഷ്യൂ ചീസ് തേക്കാം. ഇനിയിപ്പോൾ ക്യാഷ് നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ മൈദ കൊണ്ട് നമുക്ക് വേറൊരു സോസ് ഉണ്ടാക്കാം. അതിൻ്റെ വീഡിയോയും ഈ കൂട്ടത്തിലുണ്ട്. സവോള ഇടാം. സവോള കാരമലൈസ് ചെയ്താൽ ഇതിൻ്റെ കൂട്ടത്തിൽ നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ ഇടാം. ഇനി ഉരുളക്കിഴങ്ങ്. നമുക്കിഷ്ടമുള്ളത് നമ്മുടെ കയ്യിലുള്ള ഏത് പച്ചക്കറി വേണമെങ്കിലും ഇതിന് പറ്റി നമുക്കിടാം. ഇപ്പോൾ ചീരയൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ടാൽ നന്നായിരിക്കും. ഇനി ക്യാപ്സിക്കം. ഇതെല്ലാം ഞാൻ 2 പീസയ്ക്ക് വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. തക്കാളി ഇടുവാണ്. തക്കാളിയുടെയും ക്യാപ്സിക്കത്തിൻ്റെയൊക്കെ കുരു കളഞ്ഞതാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അല്പം കാഷ്യൂ ചീസ് കൂടി ഇടാം. നമ്മുടെ ആവശ്യമനുസരിച്ച് ചില്ലി ചിപ്സ് ഇടാം. ഇത് ഒറിഗാനോയ്ക്ക് പകരമാണ്. ഇത് നമ്മുടെ പനിക്കൂർക്കിലയും തുളസിയിലയും പുതിനയിലയും കൂടെ ഉണക്കി പൊടിച്ചതാണ്. ഇതിപ്പോൾ കയ്യിലില്ലെങ്കിൽ ഇത് ഒഴിവാക്കാം. ഇനി ഇച്ചിരി സോസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ചുറ്റും അല്പം ഓയിലും കൂടെ തേക്കാം. പിസ്സ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒരു സ്റ്റാൻഡും വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായി ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സ്റ്റാൻഡ് ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രം വെച്ചാലും മതിയാവും. നമുക്കിനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച നമ്മളുടെ പിസ്സ എടുത്ത് വെക്കാം. എന്നിട്ടിത് അടച്ചു വെക്കാം. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 20-25 മിനിറ്റ് കൊണ്ട് നമ്മളുടെ പിസ്സ റെഡിയാക്കി കിട്ടും. ഇതിപ്പോൾ പിസ്സ ബേസിൻ്റെയും അതുപോലെ സ്റ്റൗവിൻ്റെയും പാത്രത്തിൻ്റെയൊക്കെ വ്യത്യാസം കൊണ്ട് സമയത്തിൽ അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാം. ഇപ്പോൾ ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പിസ്സയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഇടയ്ക്കൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിനി നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഇതിൻ്റെ അടിവശം കണ്ടോ, നന്നായി വെന്തിട്ടുണ്ട്. കളറൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിനി അടുത്ത പിസ്സ തയ്യാറാക്കാം. കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള പിസ്സയാണ് അടുത്തത്. നമ്മൾ ഡയറക്റ്റ് പാനിലേക്ക് ഇട്ടിട്ടാണ് നമ്മളിതുണ്ടാക്കുന്നത്. അതിനുവേണ്ടി പാനിൽ ഞാൻ ബട്ടർ തേച്ചിട്ടുണ്ട്. ഇനിയിപ്പം പിസ്സ ബേസ് ഇതിനകത്തേക്ക് ഇട്ടിട്ട് അതിൻ്റെ സൈഡ് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഫോർക്ക് വെച്ച് ഹോൾസ് ഇട്ട് കൊടുക്കുക. ഇത് രണ്ടാമത് കുഴച്ചെടുത്ത മാവാണ്. ഇതിൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് തിരിച്ചിടാം. ഇനി സോസ് തേക്കാം.
സ്റ്റൗ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാഷ്യൂ ചീസ് തേക്കാം. മുമ്പത്തെ പിസ്സ ചെയ്തതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്യാം. ചിക്കൻ ചേർക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം അതേപോലെ തന്നെ. പിന്നെ വേവിക്കുന്ന രീതിക്ക് വ്യത്യാസമുണ്ട്. ഇങ്ങനെ പിസ്സ ഉണ്ടാക്കാൻ സമയം വളരെ കുറവ് മതി. ഇതിപ്പം എല്ലാം സെറ്റ് ചെയ്ത് വെച്ച ശേഷം ഒരു 10 മിനിറ്റ് താഴെ വരൂ. ഇതിൽ ചേർക്കുന്ന പച്ചക്കറികളിലൊന്നും ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല. ആ പൊട്ടറ്റോ ഒക്കെ ഒന്ന് തുടച്ചിട്ട് വേണം കേട്ടോ ഇതിലേക്ക് ഇടാൻ. ഇനിയിപ്പോൾ കുറേ കാലത്തേക്ക് ആർക്കും ഫുഡൊന്നും പുറത്ത് പോയി കഴിക്കാൻ പറ്റില്ലല്ലോ. ഈ പിസ്സയൊക്കെ എല്ലാവരും പുറത്ത് പോയി കഴിക്കുന്നവരെന്നാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ മിക്കവാറും ഇഷ്ടമായിരിക്കും ഇത്. അവർക്കൊക്കെ കൂടുതൽ ഇഷ്ടം ഈ അതിനകത്തെ ചീസൊക്കെ ഇങ്ങനെ വലിച്ചു നീട്ടി കഴിക്കുന്നതായിരിക്കും. ചീസ് വാങ്ങിക്കാൻ കിട്ടും, അത് വാങ്ങിച്ചിട്ടാലും മതി. ലാസ്റ്റ് ഇതിൻ്റെ ചുറ്റിലും അല്പം എണ്ണയോ ബട്ടറോ ഒക്കെ തേച്ച ശേഷം നമുക്കിത് അടച്ചു വെക്കാം. ഇപ്പോൾ ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളുടെ പിസ്സയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് കുഞ്ഞൂസുമാർക്ക് വേണ്ടിയിട്ടുള്ള പിസ്സയാണ്. പിസ്സ ബേസിന് മുകളിൽ വൈറ്റ് സോസും വെച്ച് ഉരുളക്കിഴങ്ങും വെച്ച് ഇത്തിരി ജാമും വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കുഞ്ഞൂസ് എന്നെ സഹായിച്ചതാണ്. അപ്പോൾ അവന് ഇഷ്ടമാവും. നമ്മുടെ രണ്ടാമത്തെ പിസ്സയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടി ഉപയോഗിച്ച സോസൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. തക്കാളി കൊണ്ടുള്ള ഒരു സോസും ഉണ്ട്. പിന്നെ നമ്മുടെ ചീസിന് പകരം ഉണ്ടാക്കിയ സോസും ഉണ്ട്. ആദ്യം നമുക്ക് പിസ്സയ്ക്കുള്ള സോസ് ഉണ്ടാക്കാം. ഈ ഒരു പാത്രത്തിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ഉണക്കമുളക്, സവോള, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളിയും ഇട്ടിട്ട് അല്പം ഉപ്പും ചേർത്തൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് നന്നായിട്ട് ആറിക്കഴിയുമ്പോഴേക്കും നമുക്കിത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഈ ഒരു പാനിൽ 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ ഈ അരച്ച് വെച്ചിരിക്കുന്നതൊക്കെ ഇതിനകത്തേക്ക് ഇടാം. എന്നിട്ട് ആ ജാറ് കഴുകി ആ വെള്ളം കൂടി ഇതിനകത്തേക്ക് ചേർക്കണേ. ഇതിലെ വെള്ളം അല്പം ഒന്ന് വറ്റി വരുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് ചില്ലി ചിപ്സും കുരുമുളകും ഒറിഗാനോയും അല്പം പഞ്ചസാരയും ചേർക്കാം. ഇതിൻ്റെയൊക്കെ അളവ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ നാരങ്ങാനീരൂടെ ചേർക്കാം. എന്നിട്ടത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ പിസ്സയ്ക്കുള്ള സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ചീസിന് പകരമുള്ള സോസ് ഉണ്ടാക്കാം. 100 ഗ്രാം കശുവണ്ടിപ്പരിപ്പിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും അല്പം ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ചെറുതായിട്ടൊരു തരിതരിപ്പായിട്ട് കിടന്നാലും കുഴപ്പമൊന്നുമില്ല. ഈ കശുവണ്ടിപ്പരിപ്പ് ഒന്ന് കുതിർത്തതായിരിക്കണേ. തലേദിവസം വെള്ളത്തിലിടുകയോ 3-4 മിനിറ്റ് ഒന്ന് വേവിക്കുകയോ ചെയ്താൽ മതിയാവും. ഇത് നമുക്കൊരു പാനിലേക്ക് ഒഴിക്കാം. മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് ആ വെള്ളം കൂടി ഇതിനകത്തേക്ക് ഒഴിക്കണേ. എന്നിട്ട് നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കാം. എല്ലാം റെഡിയായതിന് ശേഷം മാത്രമേ സ്റ്റവ് ഓൺ ചെയ്യാവൂ. ഇതിങ്ങനെ ചെയ്യുന്നതിനിടയിൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി അങ്ങനെ കട്ട പിടിക്കുകയാണെങ്കിൽ ആ സമയത്ത് അടുപ്പയിൽ നിന്ന് ഇറക്കിയിട്ട് ആ കട്ട ഉടച്ചിട്ട് വേണം ബാക്കി ഇളക്കിയെടുക്കാൻ. അല്ലെങ്കിൽ നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചാലും മതിയാവും. ഇതിപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി തണുത്ത് കഴിയുമ്പോൾ അത് കൂടുതലങ്ങ് കുറുകി പോവുകയാണെന്നുണ്ടെങ്കിൽ അല്പം ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കിയാൽ മതിയാവും. അപ്പോൾ നമ്മുടെ കാഷ്യൂ സോസ് തയ്യാറായിട്ടുണ്ട്. ഇനി കാഷ്യൂ നമ്മുടെ കയ്യിലില്ലെങ്കിൽ മൈദ കൊണ്ട് നമുക്ക് മറ്റൊരു സോസ് തയ്യാറാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് കരിഞ്ഞു പോകരുത്. ഇത് നല്ലൊരു സ്മെല്ല് വരുന്നവരെ ഇളക്കിയെടുക്കണം. 1.5 ഗ്ലാസ് പാല് 3-4 തവണയായിട്ട് ഒഴിച്ചിട്ട് നമുക്കിത് കുറുക്കിയെടുക്കാം. കട്ട പിടിക്കുകയാണെങ്കിൽ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചൊന്ന് ഉടച്ചെടുക്കാം. ഇല്ലെങ്കിൽ മിക്സിയിലിട്ടടിക്കാം. നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണേ. ഇത് അടുപ്പിലിരിക്കും. ഇനി ഒന്നുകൂടെ ഒന്ന് കുറുകി വരും. അപ്പോൾ നമ്മുടെ പിസ്സയും സോസും ചീസിന് പകരമുള്ള 2 സോസും തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്